എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവ് വീണ്ടും ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളൊരു സന്തോഷ വാർത്തയൊക്കെയാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത്. എന്നാൽ 2023 യൂണിയൻ ബജറ്റിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം അത് 8000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്താൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം യൂണിയൻ ബജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ആ വർധന ഉണ്ടാകാൻ പോവുകയാണെന്നൊക്കെ ഉള്ള ഒരു പ്രമുഖ പത്രത്തിൽ തന്നെ അന്ന് വന്നൊരു ന്യൂസാണ്. എന്നാൽ അതിനകത്ത് യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2024 വീണ്ടും താണ്ടെ 8000-ൽ നിന്ന് പിന്നെ അത് 10000 രൂപയായിരിക്കുകയാണ്. 10000 രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സ്ഥാനമേറ്റെടുത്ത 3-ാം പ്രാവശ്യവും പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേറ്റ സമയത്ത് ആദ്യം ഒപ്പിട്ടത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയാണ്. അപ്പോൾ ഓർക്കുക, ആ ഒരു എന്തെങ്കിലും വർധനം ഉണ്ടായിരുന്നെങ്കിൽ ആ സമയം തന്നെ അത് അറിയിച്ചേനെ. അല്ലെങ്കിൽ വേണ്ട, 17ാമത്തെ ഗഡുവിന്റെ സമയത്ത് പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെയും ആ വർധനവ് ഉണ്ടായേനെ. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഒരു വർധനവും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. PM കിസാൻ സമ്മാൻ നിധി 6000 രൂപ തന്നെയായിരിക്കും. പുതിയ അപ്ഡേഷൻസ് ഒന്നും തന്നെയും വന്നിട്ടില്ല. അറിയിക്കേണ്ടത് അവരുടെ വെബ്സൈറ്റുകളും കാര്യങ്ങളും തന്നെയാണ്. ഇതുവരെ യാതൊരു അറിയിപ്പുകളും ഉണ്ടായിട്ടില്ല. PM കിസാൻ സമ്മാൻ നിധി 6000 രൂപ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒപ്പാണ് ആദ്യം ഇട്ടത്. അപ്പോൾ ഈ PM കിസാൻ സമ്മാൻ നിധിയിൽ എന്തെങ്കിലും വർധനം ഉണ്ടാകും എന്നുള്ളൊരു അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അറിയിച്ചേനെ, അല്ലെങ്കിൽ 17ാമത്തെ ഗഡുവിന്റെ ആ ഒരു പ്രഖ്യാപന സമയത്ത് അറിയിച്ചേനെ. എന്തായാലും നിലവിൽ ഇപ്പോൾ 6000 രൂപ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളത് ഓർത്തോളുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ്, PM കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. പന്നി വളർത്തുന്നവരായിരിക്കണം, കോഴി വളർത്തുന്നവരായിരിക്കണം, ആട് വളർത്തുന്നവരായിരിക്കണം, അങ്ങനെ കുറച്ച് നിബന്ധനകൾ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോം നമ്മുടെ PM കിസാന്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കയറി PM കിസാൻ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റാറ്റസ് എല്ലാം നോക്കുന്ന PM കിസാൻ തന്നെ അത് ടൈപ്പ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ഡൗൺലോഡ് KCC എന്നുള്ളത് കാണാം. കിസാന്റെ ഏറ്റവും താഴെ കാണാം ഡൗൺലോഡ് KCC. ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫോമാണ് നമുക്ക് ആവശ്യം. ആ ഫോം ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാം ആദ്യം ബ്രാഞ്ചിന്റെയാണ്, ബാങ്കിന്റെ പേര്, ശാഖ, PM കിസാൻ ഗുണഭോക്താക്കൾക്കുള്ള കാർഷിക വായ്പ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കോളം മുഴുവൻ ബാങ്കുകാർക്കുള്ളതാണ്, അവർക്ക് എഴുതേണ്ടതാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് നിങ്ങൾ പുതിയതായിട്ട് കിസാൻ കാർഡ് എടുക്കുന്നവരാണോ, ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരാണോ, അതല്ല നിലവിൽ നിങ്ങൾക്ക് ആ കാർഡ് ബ്ലോക്ക് ആയതാണെങ്കിൽ റിന്യൂ ചെയ്യാൻ വേണ്ടിയാണോ എന്നുള്ളതുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു കോളം ടിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നത് ഒരു ഇൻഷുറൻസ് ആണ്. അത് 12 രൂപയുടെയുണ്ട്, 330 രൂപയുടെയുണ്ട്. അതിനകത്ത് വരുന്നത് ജീവൻ ജ്യോതിയും സുരക്ഷാ ബീമാ യോജനയുമാണ്. സുരക്ഷാ ബീമാ യോജനയ്ക്ക് 12 രൂപയാണ് വരുന്നത്. ജീവൻ ജ്യോതിക്ക് വരുന്നത് 330 രൂപയാണ്. അപ്പോൾ 2 ലക്ഷം രൂപയാണ് നമുക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നിലവിൽ ഏതെങ്കിലും ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ ആ ബാങ്കിന്റെ പേരും നമ്മുടെ അതിന്റെ ശാഖയും എത്ര രൂപ നിങ്ങൾ ലോൺ വാങ്ങിച്ചിട്ടുണ്ട്, അത് കുടിശ്ശികയുണ്ടോ എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളത് അപേക്ഷകന്റെ ഭൂമിയുടെ മൊത്തം വിവരങ്ങളാണ്. നമ്മുടെ ലാൻഡ് ടാക്സിലുള്ള പോലെ തന്നെ നമ്മുടെ കരമടച്ചിരിക്കുന്നതിനകത്ത് തണ്ടപ്പേര്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തല്ല കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് അപ്പുറത്ത് കോളമുണ്ട്, അത് അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിൻ്റെ താഴെ ഇതിന് നമുക്ക് ഫിഷറീസിന്, മൃഗസംരക്ഷണം, ഇങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ലോണാണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വരുന്ന ഒരു പ്രസ്താവനയാണ്. അതിൻ്റെ താഴെ വരുന്ന കോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൂരിപ്പിച്ചാൽ മതി, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ താഴെയുള്ള ഈ ഡിക്ലറേഷൻ വായിച്ച് നോക്കുക. നിങ്ങൾ ഈ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പുതിയ ഭൂമി വാങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും പുതിയ സ്ഥലങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ബാങ്കിനെ അറിയിക്കണം എന്നുള്ള നിബന്ധനയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ബാങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് വായിച്ച ശേഷം ഏറ്റവും താഴെ നിങ്ങളുടെ ഒപ്പിട്ട് കൊടുക്കുക, ഒപ്പിടുക. അതിനുശേഷം അതിൻ്റെ താഴെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വിലാസം നേരെ കൊടുത്തുകൊണ്ട് തന്നെയും എന്താവശ്യത്തിനാണ് ഈ ലോൺ എടുക്കുന്നത് എന്നുള്ളത് താഴെ കൊടുത്തുകൊണ്ട് തന്നെ ബാങ്കിൽ ഇത് സമർപ്പിച്ചാൽ മതി. ബാങ്ക് അത് വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ്, നിങ്ങൾ എലിജിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വരിക, ഇതൊക്കെ വളർത്തുന്നവരായിരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ലോൺ മാത്രമാണിത്. അപ്പോൾ കിസാന് വേണ്ടിയിട്ട് പ്രത്യേകതരം ഇത് കൊടുത്തിരിക്കുന്നതാണ്. മറ്റുള്ള വലിയ ഭൂമി ഉള്ളവർക്കും അങ്ങനെയുള്ള ലോൺ അല്ല ഇത്, കിസാൻകാർക്കുള്ളത് തന്നെയാണ്. ചെറുകിട ആൾക്കാർക്ക് കിട്ടുമെന്ന് തരത്തിൽ. കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, കോഴി വളർത്ത്, പാമ്പി വളർത്ത് എല്ലാം വേണം, നമുക്ക് പശു വളർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ലോൺ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ കിസാൻ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് വഴി തന്നെ വേണം നമുക്കിത് അപേക്ഷിക്കാനായിട്ട്. ചില ബാങ്കുകൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു ഫോം പൂരിപ്പിച്ച്, ഞാനിത് എല്ലാവർക്കും കിട്ടുമെന്നൊന്നും ഞാൻ വാഗ്ദാനം തരുന്നില്ല. നിങ്ങൾക്ക് അർഹതയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.